ഇതോടെ 11 വർഷമായി ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ട് ഇത്തവണയും ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ദിസ് ഇസ് ദി ഫ്യൂൽ ബൈ ഫുട്ബോൾ. ഇന്നലെ നടന്ന ചാമ്പ്യൻസ് ലീഗ് അത്ലറ്റി വേഴ്സസ് ബാഴ്സലോണ 2-1 ജയിച്ചിരിക്കുകയാണ്. യമാലിന്റെ വക ഒരു ഏർലി സ്റ്റാർട്ടും തുടർന്ന് ഫെറാൻ ടോറസിന്റെ വക ഒരു അടിപൊളി ഫിനിഷും 24 മിനിറ്റിനുള്ളിൽ ബാഴ്സലോണ നേടിയത് 2 ഗോൾ. സെക്കൻഡ് ഹാഫിൽ അത്ലറ്റി ഗെയിം കൺട്രോൾ എടുത്തു, ബട്ട് ബാഴ്സലോണ 2-1 ജയിച്ചിരിക്കുകയാണ്. പക്ഷെ അഗ്രിഗേറ്റ് നോക്കുമ്പോൾ 3-2 അത്ലറ്റി ടു സെമി ഫൈനൽസ്. യമാലിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഇന്നലെ നല്ല പെർഫോമൻസ് ആയിരുന്നു, പക്ഷെ എന്തോ ഒരു ഔട്ട്കം മിസ്സായ പോലെ. മേ ബി റഫീനിന്റെ പ്രസൻസ് ഇല്ലാതായിരിക്കുമോ? അത് കഴിഞ്ഞ് റഫീന്റെ ഗെയിമിനെ പറ്റി പറഞ്ഞത് ദിസ് വാസ് റോബറി, ഫൗൾസ് ഉണ്ട്, പക്ഷെ ഡിസിഷനിൽ ഡൗട്ട് ഉണ്ടെന്ന് കൂടി കൂട്ടിച്ചേർത്തു. ദെൻ ഫെർമിൻ ലോപ്പസിന്റെ ഇൻസിഡന്റ് എല്ലാവരും റെഡ് കാർഡ് എന്ന് പറയുമ്പോൾ അത്ലറ്റിക് ഗോൾ കീപ്പർ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എന്നെ കളിയാക്കണോ? ആ സ്പേസ് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അറിയാതെ പറ്റിയ ഒരു ഇൻസിഡന്റ് ആണ് അത്. ഇന്നത്തെ മാച്ച് നോക്കുമ്പോൾ റിയൽ വേഴ്സസ് ബയൺ. റിയൽ 2-1 ഡൗണിൽ നിൽക്കുകയാണ്. റിയലിന് കംബാക്ക് അടിക്കാൻ പറ്റുമോ ഓർ ബയൺ ടു സെമി ഫൈനൽസ്? ഫോളോ ആൻഡ് കമന്റ്.